ശിവപാർവണ ഭാഗം 6. രചനാ സംഭാഷണം. രുദ്രപ്രിയ. പ്രതാപൻ്റെ ഉള്ളിലും വർണ്ണയോടുള്ള അകൽച്ചയിൽ വിഷമമുണ്ടായിരുന്നു. എങ്കിൽ പോലും കുറച്ചു നാളായി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അയാളെ അത്രമേൽ വിഷമിപ്പിച്ചിരുന്നു. ആദ്യത്തെ കുട്ടി പെണ്ണാണെന്നറിഞ്ഞപ്പോൾ ഭാമയോട് പോലും പ്രതാപൻ്റെ വീട്ടുകാർക്ക് ഒരുതരം അകൽച്ചയായിരുന്നു. എന്നാൽ എൻ്റെ രാജകുമാരിയാണ് എൻ്റെ പൊന്നുമോളെന്ന് പറഞ്ഞ് താനാണ് ഭാമയെ സമാധാനിപ്പിച്ചത്. രണ്ടാമതും പെൺകുഞ്ഞായപ്പോൾ ഭാമയ്ക്കൊരു പേടിയായിരുന്നു. അപ്പോഴും പ്രതാപൻ, എൻ്റെ കണ്ണിലെ കൃഷ്ണമണികളാണ് എൻ്റെ മക്കൾ. ഒരു കുഴപ്പവുമില്ലാത്ത 2 മക്കളെ ഈശ്വരൻ തന്നില്ലേ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ വളർത്തിയതാണ് 2 പേരെയും. എന്നിട്ടൊരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇത്രയും കാലം നോക്കി വളർത്തിയ അച്ഛനെയും അമ്മയെയും കൂടപ്പറപ്പിനെയും മറന്ന് അങ്ങനെയുള്ളവളോട് ഞാൻ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? തന്നോളം വളർന്ന മക്കളെ ഇനി ശാസിക്കാനും അടിക്കാനും വയ്യ. ഇന്ന് വരെ വഴക്ക് പറയാൻ ഒരവസരം 2 പേരും തന്നിട്ടില്ല. ഓരോന്നോർത്ത് പ്രതാപൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കട്ടിലിൽ ചാരിയിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് വർണ്ണ വന്നു. കാൽപ്പെരുമാറ്റം കേട്ട് പ്രതാപൻ നോക്കുമ്പോൾ വർണ്ണ കുനിഞ്ഞ മുഖവുമായി അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ എന്നോട് പിണക്കമാണോ? അവൾ വിക്കി ചോദിച്ചു. പ്രതാപൻ അവളെ അടുത്ത് പിടിച്ചിരുത്തി. വർണ്ണ മുഖമുയർത്തി അച്ഛനെ നോക്കി. ഞാൻ ഒരുപാട് ശ്രമിച്ചു അച്ഛാ, എല്ലാം മറക്കാൻ. പക്ഷേ എന്നിട്ടും എന്നെ ഓർമ്മകൾ കുത്തി നോവിക്കുക. കഴിയുന്നില്ല. എല്ലാവരിൽ നിന്നും എവിടെയെങ്കിലും ഒളിച്ചോടി പോകാൻ തോന്നി. ഒരു നിമിഷത്തെ ബുദ്ധിമോശം, അതിൻ്റെ പുറത്ത് ചെയ്തു പോയതാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. മക്കളെ വളർത്തി വലുതാക്കി അവർ സുഖവും സന്തോഷത്തോടെയും ജീവിക്കുന്നത് കാണുന്നതാണ് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം. മോളുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇനി കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ട് എന്താ പ്രയോജനം? മോൾ ഇനിയും ഇങ്ങനെ മുറിയടച്ചിരുന്നും കരഞ്ഞും കാലം കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അച്ഛനൊന്നും പറയാനില്ല. അതല്ല, നിനക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നുന്നെങ്കിൽ നീ വീണ്ടും പഠിക്കാൻ കോളേജിൽ പോകണം. നമുക്ക് ചുറ്റുമുള്ള എല്ലാ പേരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അച്ഛൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അച്ഛൻ ഒരു കാര്യം കൂടി അറിഞ്ഞു. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അച്ഛൻ ഇനി ഒന്നിനും നിർബന്ധിക്കില്ല, പക്ഷേ പ്രതീക്ഷിക്കും. മോളുടെ മനസ്സ് മാറി ശിവയുടെ ഒപ്പം ഒരു ജീവിതം, അത് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. സമയമെടുക്കും, അച്ഛൻ അറിയാം. പക്ഷേ മറുപടി പോസിറ്റീവായിരിക്കണം. അവനേക്കാൾ നിന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. മോൾ ആലോചിക്ക്. അതും പറഞ്ഞ് പ്രതാപൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. എത്രയൊക്കെ അകറ്റി നിർത്തിയാലും എൻ്റെ മനസ്സിൽ ശിവേട്ടൻ മാത്രമേ ഉള്ളൂ. ആഴത്തിൽ വേര് പുറച്ചുപോയി. പക്ഷേ ചേർത്ത് പിടിക്കുവാനാകുന്നില്ല ശിവേട്ടനെ. പേടിയാകുക. ഇനിയും കരയാൻ വയ്യ. ഇനിയും ഒരു നഷ്ടപ്പെടൽ, അത് സഹിക്കാൻ കഴിയില്ല ഈ വർണ്ണയ്ക്ക്. വർണ്ണ വീണ്ടും കോളേജിൽ വരുന്നു എന്നത് പ്രിയയ്ക്ക് വളരെ സന്തോഷം തന്നെയായിരുന്നു. ശിവയിലും അത് സന്തോഷം നിറച്ചു. കോളേജിൽ പോകാൻ ഒരുങ്ങി വന്ന വർണ്ണയെ ഭാമ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. പുതിയൊരു തുടക്കമാവട്ടെ. മോള് നന്നായി പ്രാർത്ഥിക്കുക. എല്ലാത്തിൽ നിന്നും മോള് സ്വതന്ത്രയായി, അത് മനസ്സിലുണ്ടായിരിക്കണം. പഴയ വർണ്ണയായിട്ട് വേണം മോള് കോളേജിൽ പോകാൻ. വർണ്ണയെ കൊണ്ടുവിടാൻ പ്രതാപൻ ഇറങ്ങുന്നേരമായിരുന്നു ഒരു കാറ് മുറ്റത്തേക്ക് വന്നത്. അതിൽ നിന്ന് പ്രിയയും ശിവയും ഇറങ്ങി. അങ്കിൾ വരണ്ട, ഞാൻ കൊണ്ടുപോകാം വർണ്ണയെ. അതിനാണ് ഞാൻ ഇതുവഴി വന്നത്. പ്രിയ വർണ്ണയുടെ കയ്യിൽ പിടിച്ചു സന്തോഷത്തോടെ പറഞ്ഞു. ശിവ ഇന്ന് ഓഫീസിൽ പോയില്ലേ മോനെ? പോകുന്ന വഴിക്കാണ് ആൻറ്റി. പ്രിയയെ കൂടി ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാ വർണ്ണയും കൂടെ കൂട്ടണം എന്നിവൾ പറഞ്ഞത്. ശരി അങ്കിൾ, ഇറങ്ങട്ടെ. ഇനിയും നിന്നാൽ ലേറ്റാവും. വർണ്ണയും പ്രിയയും കാറിൻ്റെ പിന്നിൽ കയറി. ശിവയുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ഭാമയും പ്രതാപനും നോക്കി നിന്നു. മകളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ ചിറകുകൾ മുളയ്ക്കുമെന്ന വിശ്വാസത്തിൽ. പ്രിയ വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ വർണ്ണയുടെ ശ്രദ്ധ മറ്റെവിടെയോ ആണ്. ഇടയ്ക്ക് മിററിലൂടെ എപ്പോഴോ ശിവയുടെ കണ്ണുകൾ വർണ്ണയെ തേടിയെത്തി. അറിയാതെ 2 പേരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. ഇരുവരും നോട്ടം പെട്ടെന്ന് മാറ്റി. കോളേജ് എത്തിയതും പ്രിയ ശിവയോട് യാത്ര പറഞ്ഞിറങ്ങി. വർണ്ണ കാറിൽ നിന്നിറങ്ങി ശിവയോട് യാത്ര പറയണോ വേണ്ടയോ എന്ന ചിന്തയിൽ നിന്നു. പെട്ടെന്നാണ് പ്രിയ അവളെയും വിളിച്ചുകൊണ്ട് പോയത്. ദിവസങ്ങൾ കഴിയുന്തോറും വർണ്ണയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഒരിക്കൽ കോളേജിൽ ആർട്സ് ഡേക്ക് പ്രിയ എന്തൊക്കെയോ പരിപാടിയിൽ ചേർന്നിരുന്നു. പക്ഷേ വർണ്ണ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി.
ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായ ഹരിസാറിനും വർണ്ണയെ ചെറിയ നോട്ടം ഉണ്ടായിരുന്നു. കൂടെ വർക്ക് ചെയ്യുന്ന രാജീവനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇടയ്ക്ക് വീട്ടുകാരുമായി നേരിട്ട് പോയി ആലോചിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വർണ്ണയുടെ നിശ്ചയമാണെന്നറിഞ്ഞത്. അങ്ങനെ ആ ആലോചന അവിടെ അവസാനിച്ചു. പിന്നെയാണ് ഹരി മറ്റൊരു കുട്ടിയുമായി വിവാഹബന്ധത്തിലായത്. പക്ഷേ ഇപ്പോൾ വർണ്ണ വീണ്ടും കോളേജിൽ വന്നു തുടങ്ങിയപ്പോൾ ഹരിയുടെ ഉള്ളിലെ ആ പഴയ മുഖം വീണ്ടും ഉണർന്നു. താനൊരു വിവാഹിതനാണെന്ന ചിന്ത പോലും മറന്ന് അയാൾ വീണ്ടും വർണ്ണയിലേക്ക് തൻ്റെ പ്രണയത്തെ കാണുവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴെല്ലാം രാജീവൻ ഹരിയോട് പറഞ്ഞു, സാറിപ്പോൾ കാണിക്കുന്നത് ശരിയല്ല. താനിപ്പോൾ വിവാഹിതനാണ്. മാത്രമല്ല തൻ്റെ വൈഫ് ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും വർണ്ണയിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിഞ്ഞാൽ അത് ഫാമിലിയിൽ കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ കുട്ടി ഇപ്പോൾ പഴയ വർണ്ണയല്ല, ഭർത്താവ് മരിച്ച വിഡോയാണ്. അതിനെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഹരി എല്ലാം കേട്ട് തലകുലുക്കി. പക്ഷെ അപ്പോഴൊക്കെ അവൻ്റെ കണ്ണിൽ മുഴുവൻ അവളുടെ രൂപമായിരുന്നു. ഹരിയുടെ ഭാര്യ PG സ്റ്റുഡൻ്റാണ് അമൃത. കാണാൻ ഭംഗിയുള്ള ഒരു സുന്ദരി. പ്രോഗ്രാം കഴിഞ്ഞ് പ്രിയ വർണ്ണയുടെ അടുത്തേക്ക് വന്നിരുന്നു. പ്രോഗ്രാം കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് പ്രിയ അത് കണ്ടത്. വർണ്ണയെ തന്നെ കണ്ണിമ ചുമ്മാതെ നോക്കി നിൽക്കുന്ന ഹരിയെ. ആ നോട്ടവും ഹരിയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളും ഒന്നും പ്രിയയ്ക്കത്ര രസിച്ചില്ല. അവൾ വേഗം വർണ്ണയെ കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോയി. ഓരോ ചായയും പഴംപൊരിയും കഴിക്കുമ്പോഴാണ് ഹരി അവരുടെ അടുത്തേക്ക് വരുന്നത്. ആഹാ, കൊള്ളാമല്ലോ, നിങ്ങൾ പ്രോഗ്രാം കഴിയും മുമ്പ് ഇറങ്ങിയോ? ഹരി അവരുടെ അടുത്തേക്ക് കസേര നീക്കിയിട്ടിരുന്നു. വർണ്ണ ഹരിയെ നോക്കി പുഞ്ചിരിച്ചു. പ്രിയയ്ക്കാണെങ്കിൽ ദേഷ്യം. സാറിൻ്റെ വിവാഹം കഴിഞ്ഞു അല്ലേ? കൺഗ്രാറ്റ്സ്. ഞങ്ങൾ ലീവിലായിരുന്നു, അതാണ് അറിയാത്തതും വരാൻ കഴിയാത്തതും. പ്രിയ അത് പറഞ്ഞപ്പോൾ ഹരി ആകെ വിയർത്തു. സാറിനെന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഇല്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഹരി വേഗം എഴുന്നേറ്റ് പോയി. വർണ്ണ, അയാൾ നിന്നെ നോക്കുന്ന നോട്ടവും നിന്നെ കാണുമ്പോഴുള്ള മുഖഭാവവും ഒന്നും ശരിയല്ല. അതാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത്. വൈകുന്നേരം പ്രിയ ഒരു ഓട്ടോ വിളിച്ച് വർണ്ണയെയും കൂട്ടിയാണ് വീട്ടിലേക്ക് പോയത്. അതിനു മുമ്പ് ഭാമയെ വിളിച്ച് അറിയിച്ചിരുന്നു പ്രിയ. അച്ഛൻ വന്നിട്ട് അവളെ അവിടെ കൊണ്ട് തിരികെ വിടും ആൻറ്റി. പ്രിയ അടുത്തുള്ളപ്പോൾ അവൾ പഴയ വർണ്ണയായി മാറും. പതിയെ മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്നും അവൾ പോലും അറിയാതെ ആ കളിച്ചിരികൾ പുറത്തേക്ക് വരും. വൈകുന്നേരം രാജനാണ് വർണ്ണയെ വീട്ടിൽ കൊണ്ടാക്കിയത്. കാര്യങ്ങൾ ഒരുവിധത്തിൽ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ലാസ്റ്റ് അവർ കഴിഞ്ഞ് ലൈബ്രറിയിൽ ബുക്സ് എടുക്കാൻ പോയ വർണ്ണയെ ഏറെ നേരമായിട്ടും കാണാതെ തിരക്കി പോയതാണ് പ്രിയ. അപ്പോൾ അവിടെ വെച്ച് കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അത്യാവശ്യം കുറച്ച് ബുക്സ് നോക്കുവാൻ വേണ്ടിയായിരുന്നു വർണ്ണ ലൈബ്രറിയിലേക്ക് ചെയ്യുന്നത്. ചെല്ലുമ്പോൾ 1-2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർണ്ണ മലയാളം സാഹിത്യം സെക്ഷനിലേക്ക് പോയി. ലൈബ്രറിയുടെ ഒഴിഞ്ഞൊരു കോണിലാണ് മലയാള സാഹിത്യ വിഭാഗത്തിലെ ബുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. വർണ്ണ ബുക്ക് തിരയുന്നതിനിടയിലാണ് ഹരി അവിടേക്ക് വന്നത്. ഹായ് പാർവണ. ഹലോ സാർ. ഞാൻ കുറച്ച് നാളായി പാർവണയോടൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അപ്പോൾ അതിന് കഴിഞ്ഞില്ല. ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും പാർവണ അത് അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് പാർവണയെ ഇഷ്ടമായിരുന്നു. വീട്ടുകാരും ഒത്തുവന്ന് ആലോചിക്കാനിരിക്കുമ്പോഴാണ് ഇയാളുടെ നിശ്ചയം കഴിഞ്ഞ വിവരം അറിഞ്ഞത്. ഒടുവിൽ പിന്നെ കാത്തിരിക്കേണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് അമൃതയുമായുള്ള എൻ്റെ വിവാഹം നടക്കുന്നത്. അമൃതയുടെ PG സ്റ്റുഡൻ്റാണ്. കിട്ടിയ ജീവിതവുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് തൻ്റെ വരവ്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ആ പഴയ ഇഷ്ടം വീണ്ടും. സർ പ്ലീസ്, ഇങ്ങനെയൊന്നും എന്നോട് പറയരുത്. എനിക്ക് പോകണം. പാർവണ പൊയ്ക്കോളൂ. പക്ഷേ ഒരു പ്രാവശ്യം എന്നെ. ഉച്ചയ്ക്ക് പ്രിയ പറഞ്ഞതനുസരിച്ച് അവളെ കൂട്ടാൻ വന്നതാണ് ശിവ. ഏറെ നേരം കാത്തു നിന്നിട്ടും പ്രിയയെ കാണാഞ്ഞ് ശിവ അവളെ വിളിച്ചു. ഏട്ടാ, എവിടെയാ പ്രിയ? എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ക്യാമ്പസിലുണ്ട്. നീ വേഗം വർണ്ണയും കൂട്ടി വാ. ഏട്ടാ, വർണ്ണ ലൈബ്രറിയിൽ പോയതാ. ഇത്രയും നേരമായിട്ടും അവളെ കാണാഞ്ഞ് ഞാൻ തിരഞ്ഞ് ലൈബ്രറിയിലേക്ക് പോകുക. അവളെയും കൂട്ടി ഉടനെ വരാം. പെട്ടെന്നാണ് ലൈബ്രറിയിൽ നിന്നും ഒച്ച കേട്ടത്. പ്രിയ ഫോൺ കട്ടുപോലും ചെയ്യാതെ അവിടേക്ക് പാഞ്ഞു ചെല്ലുമ്പോൾ കണ്ട കാഴ്ച. ഹരി ബലമായി വർണ്ണയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. അവളുടെ കഴുത്തിടുക്കിലേക്ക് ബലമായി മുഖമടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഹരിയെ വർണ്ണ ബലമായി തള്ളി മാറ്റുന്നു. പ്രിയ വേഗം അവിടേക്ക് ചെന്ന് അയാളിൽ നിന്നും വർണ്ണയെ വലിച്ചു മാറ്റി. സാർ ഇത്രയും തരംതാണ് പോയോ? നിങ്ങളൊരു അധ്യാപകനല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ തോന്നി? ഹരു ഒരു നിമിഷം ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ, ഇവളൊരു ശീലാവതി വന്നേക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നു ഇവക്ക് എന്നെ കാണുമ്പോഴുള്ള ഇളക്കം. ഇന്നിപ്പോൾ ലൈബ്രറിയിൽ എന്നോട് വരാൻ പറഞ്ഞത് ഇവളാണ്. എന്നിട്ടിപ്പോൾ അവളുടെ ഒരു അയ്യോപാപം കളി.
കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ കെട്ടിയോൻ പരലോകത്തേക്ക് കെട്ടിയെടുത്തില്ലേ? അപ്പോൾ പിന്നെ നിനക്കിതൊക്കെ തോന്നിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. പറഞ്ഞു കഴിയും മുമ്പേ ഹരി നിലവിളിയോടെ നിലത്തേക്ക് തെറിച്ചു വീണു. മുന്നിൽ അവനെ കത്തിക്കാൻ പാകത്തിന് കണ്ണുകളിൽ തീയുമായി ശിവ നിൽക്കുന്നു. പ്രിയയുടെ ഫോണിലൂടെ വർണ്ണയെക്കുറിച്ച് ഹരി പറയുന്നത് കേട്ട് ശിവയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കുട്ടികൾ ലൈബ്രറി ഭാഗത്തേക്ക് ഓടുന്നത് കണ്ട ശിവ അവർക്ക് മുമ്പേ അവിടെ എത്തി. സർവവും തകർന്നവളെപ്പോലെ നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ചെന്ന പാടെ ശിവ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ചുറ്റും കൂടി നിൽക്കുന്ന സ്റ്റുഡൻസിൻ്റെ മുന്നിൽ അപഹാസ്യനായതുപോലെ ഹരിക്കും തോന്നി. അവൻ ചാടി എഴുന്നേറ്റു. ആരാടാ നീ? ക്യാമ്പസിൽ വന്ന് ഷൈൻ ചെയ്യാൻ നിനക്ക് ആരാ അനുവാദം തന്നത്? അതല്ല, ഇവളുമായി നിനക്ക് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് ആയിക്കൊള്ളണം, കോളേജിൽ വെച്ച് പറ്റില്ല. നീ ആള് കൊള്ളാമല്ലോടി. നിന്നെ ഒന്ന് തൊട്ടപ്പോൾ ചോദിക്കാൻ ആളെത്തിയല്ലോ. ഇവനാണോ നിൻ്റെ പുതിയ ആൾ? ഒരുത്തൻ ചത്തു തുലയാൻ കാത്തിരിക്കുകയായിരുന്നു. ശക്തമായ ഒരടി കവിളിൽ പതിച്ചു. ഹരി മുഖമുയർത്തി നോക്കുമ്പോൾ പാർവണ. ഇത്രയും നേരം നീ പറഞ്ഞതൊക്കെ കേട്ട് നിന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഒരു അധ്യാപകനായതിനാലാണ്. പക്ഷേ ഇത് നീ ചോദിച്ചു വാങ്ങിയതാ. പിന്നെ ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം മുട്ടി നിൽക്കുന്നവരല്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാത്തത് നിൻ്റെ വീട്ടുകാരുടെ കുഴപ്പമാണ്. സാറിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അമ്മ അങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നെങ്കിൽ ഇന്ന് സാറിന് ഒരുപാട് കൂടപ്പിറപ്പുകൾ കണ്ടേനെ. ഒരു നിമിഷം താൻ എല്ലാവരുടെയും മുന്നിൽ വല്ലാതെ ചെറുതായി പോകുന്നതായി ഹരിക്ക് തോന്നി. ലൈബ്രറിയുടെ മുന്നിൽ തടിച്ചുകൂടിയ സ്റ്റുഡൻസിൽ അമൃതയെ കണ്ടപ്പോൾ ഹരിയുടെ മുഖം അറിയാതെ വിളറിപ്പോയി. അപമാനഭാരത്താൽ ഹരിക്ക് താൻ നിൽക്കുന്നിടം ഒരു ഗർത്തം പോലെ തോന്നിപ്പിച്ചു. അപ്പോഴേക്കും പ്രിൻസിപ്പളും കുറച്ച് ടീച്ചേഴ്സും അവിടേക്ക് വന്നു. കുട്ടികളിൽ നിന്ന് ഏകദേശം വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞു. കുട്ടികളെ പിരിച്ചുവിട്ടു. ഹരിയെയും അമൃതയെയും ശിവയെയും വർണ്ണയെയും പ്രിയയെയും റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹരിസാറിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. പ്രിൻസി ഇത് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഈ കുട്ടിയാണ് ആവശ്യമില്ലാത്ത സീൻ ക്രിയേറ്റ് ചെയ്തത്. ഇവളാണ് ആവശ്യമില്ലാതെ എന്നെ ഇതിലേക്ക് വലിച്ചഴച്ചത്. മിസ്റ്റർ ഹരി, നിങ്ങൾ ഇത്രയും മണ്ടനാണോ? ലൈബ്രറിയിൽ CCTV ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞങ്ങളത് കണ്ടതിന് ശേഷമാണ് അവിടേക്ക് വന്നത്. നിങ്ങളൊരു അധ്യാപകനല്ലേ? ഇത്രയും തരം താഴാമോ? ഷെയിം ഓൺ യു. എന്തായാലും ശിവ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി തരൂ, നമുക്ക് അന്വേഷണം നടത്താം. എന്തായാലും ഹരിയെ സസ്പെൻഡ് ചെയ്യുവാണ്. അന്വേഷണം കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ ശിവ ഇതൊരു ഇഷ്യൂ ആക്കരുത്. മീഡിയ അറിഞ്ഞാൽ പിന്നെ കോളേജിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഇല്ല സാർ, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഇവൻ എൻ്റെ പെണ്ണിൻ്റെ പുറകെ വന്നാൽ പിന്നെ ശിവയുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ എല്ലാം അവസാനിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇതൊരു കോളേജ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിൽ കൈവച്ചവനെ വെറുതെ വിടാൻ ഈ ശ്രീശിവ ഒരു ആണും പെണ്ണും കെട്ടവനല്ല. പരാതി എഴുതിയ പേപ്പർ പ്രിൻസിപ്പലിൻ്റെ ടേബിളിലേക്കിട്ട് വർണ്ണയെ ചേർത്ത് പിടിച്ച് ശിവ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അതുവരെയും വർണ്ണ അനുഭവിച്ച മാനസിക പിരിമുറുക്കം മുഴുവൻ ശിവയുടെ ചേർത്ത് പിടിക്കലിൽ ഇല്ലാതെയായി. അവൾ ശിവയോട് ഒന്നുകൂടി ചേർന്ന് നടന്നു. ശിവയോട് ചേർന്ന് പോകുന്നവളെ അസൂയയോടെയാണ് കോളേജിലെ പെൺകുട്ടികൾ നോക്കിയത്. അവൻ്റെ ആ ഗാംഭീര്യവും ആകാരവടിവും ഒക്കെ നോക്കി നിന്ന് പോകും ആരും. ശിവയുടെ മുന്നിൽ വർണ്ണയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അവരെ കുറിച്ച് ഹരി പറഞ്ഞ വാക്കുകളും അലയടിച്ചുകൊണ്ടേയിരുന്നു. ആകെ സംഘർഷാവസ്ഥയിലാണ് ശിവ എന്ന് പ്രിയയ്ക്ക് മനസ്സിലായി. ബീച്ചിൻ്റെ അടുത്തെത്തിയതും ശിവ വണ്ടി നിർത്തി. 3 പേരും കാറിൽ നിന്നിറങ്ങി. പ്രിയ വർണ്ണയുടെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ 2 പേരുടെയും മനസ്സിൽ എന്താണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങൾ 2 പേരും ഉള്ളു തുറന്ന് സംസാരിക്കുക, ഞാൻ അവിടെ കാണും. അതും പറഞ്ഞ് പ്രിയ പേഴ്സും എടുത്ത് കടൽക്കരയിലെ ചെറിയ മണൽത്തിട്ടയിൽ ചെന്നിരുന്നു. ശിവയും വർണ്ണയും എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പിന്നെ പതിയെ രണ്ടാളും കൂടി നടന്നു. വർണ്ണ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്ക് നന്നായി അറിയാം. ശ്യാമിൻ്റെ വിയോഗത്തെക്കുറിച്ചും അല്ലാതെ നിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഇനിയും ആർക്കു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്? നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കിപ്പോൾ ആരെക്കാളും നന്നായിട്ടറിയാം. അതുകൊണ്ട് എനിക്കൊരു മറുപടി വേണം, ഇപ്പോൾ ഇവിടെ വെച്ച്. ഇന്നുണ്ടായ പോലെ ഇനിയും ഉണ്ടാവില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ വർണ്ണ? നീ എന്തിനാ ആരെയാ പേടിക്കുന്നേ? ഇനിയും നിന്നെ എനിക്ക് വിട്ടുകളയാൻ കഴിയില്ല. അതുകൊണ്ട് തീരുമാനം പറഞ്ഞേ പറ്റൂ. വർണ്ണയുടെ മനസ്സും കടൽ പോലെ ഇരമ്പി ആർത്തലച്ചു. ലൈബ്രറിയിൽ വച്ചുണ്ടായ സംഭവങ്ങൾ അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു. കൂടെ ശിവയുടെ ചോദ്യവും. ഇനിയും ഇതുപോലെ ഉണ്ടാകില്ല എന്നതിൻ്റെ എന്തുറപ്പാണുള്ളത്? ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. നിനക്ക് ഓക്കെ ആകാൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോ മോളെ. പക്ഷേ നിന്നെ എൻ്റേതാക്കാൻ ഒരു താലിയുടെ ആവശ്യമുണ്ട്. ശ്രീശിവയുടെ പെണ്ണായിട്ട് വേണം എല്ലാവരും നിന്നെ കാണാൻ. മറ്റൊരു കണ്ണിലൂടെ ആരും ഇനിയും നിന്നെ നോക്കരുത്. അത്രയും പറഞ്ഞ് ശിവ നിറഞ്ഞ കണ്ണുകൾ
അവളിൽ നിന്നും മാറ്റി. വർണ്ണ അത് കണ്ടു. പിന്തിരിഞ്ഞു നിന്ന ശിവയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഷർട്ടിൽ വലിച്ചു പിടിച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അകന്ന് മാറുന്തോറും എന്തിനാ എന്നിലേക്ക് വീണ്ടും അടുക്കുന്നേ? എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ ശിവേട്ടാ, എനിക്ക് പേടിയാണ്. അതും പറഞ്ഞ് അവൾ ശിവയുടെ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഒരിക്കൽ ഞാൻ മോഹിച്ചതാ, ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷേ അന്ന് വിധി എനിക്ക് കരുതിയത് മറ്റൊന്നായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും എൻ്റെ മുന്നിലേക്ക് വച്ച് നീട്ടുമ്പോൾ എനിക്കാവുന്നില്ല വേണ്ടെന്ന് വയ്ക്കാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എൻ്റെ പ്രാണനാണ്. ഇനിയൊരു സങ്കടം എനിക്ക് പറ്റില്ല ശിവേട്ട, എനിക്ക് കഴിയില്ല. അവളുടെ ഉള്ളിലെ സങ്കടം മുഴുവനും അവനിലേക്ക് പെയ്തു തോർത്തു. അവളുടെ സങ്കടം മുഴുവനും അവൻ്റെ നെഞ്ചിൽ കണ്ണുനീരായി പൊഴിച്ചു. അവനിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങിയവളെ ശിവ ബലമായി ചേർത്ത് പിടിച്ചു. നിൻ്റെ ഏത് സങ്കടവും ഇവിടെ എൻ്റെ ഈ നെഞ്ചിൽ പെയ്ത് തീർക്കണം. നിൻ്റെ സന്തോഷം മാത്രമല്ല, സങ്കടം എല്ലാം ഞാൻ എൻ്റെ നെഞ്ചിലേറ്റു വാങ്ങിക്കൊള്ളാം. അതിനുള്ള അനുവാദം കൂടിയാണ് വർണ്ണ ഞാൻ ചോദിക്കുന്നത്. ഇനിയും നീ എന്നിൽ നിന്നും ഒളിച്ചോടല്ലേ? അതെനിക്ക് പറ്റില്ല. അതല്ല, മറിച്ചാണ് നിൻ്റെ തീരുമാനമെങ്കിൽ ഈ ശിവയെ പിന്നെ ആരും കാണില്ല. എൻ്റെ തീരുമാനം അതാണ്. ഇനി നിനക്ക് തീരുമാനിക്കാൻ എന്ത് വേണമെന്ന്. ശിവയിൽ നിന്നും അകന്നു മാറി വർണ്ണ ഏറെ നേരം കടലിലേക്ക് കണ്ണുനട്ട് നിന്നു. ജീവിതത്തിൽ നിന്നും എത്രയെന്ന് വെച്ചാൽ ഒളിച്ചോടുന്നത്? മനസ്സിൽ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവരിൽ നിന്നും ഇനിയും എത്ര ദൂരം മിണ്ടാതെ നടക്കാൻ കഴിയും? ഇന്ന് വർണ്ണ ജീവിക്കുന്നെങ്കിൽ അത് ശ്രീശിവയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ ഉള്ളു തുടിക്കുന്നത് പോലും അയാളിൽ ചേരുവാനാണ്. വർണ്ണ ശിവയുടെ അടുത്തേക്ക് വന്നു. എനിക്ക് സമ്മതമാണ് ശ്രീശിവയുടെ പെണ്ണാവാൻ. അപ്പോഴേക്കും പ്രിയ അവരുടെ അരികിലേക്ക് വന്നു. എന്താ നാത്തൂനെ, എല്ലാം സെറ്റല്ലേ? വർണ്ണ പ്രിയയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നിനക്കൊരുപാട് സംശയം കാണുമെന്ന് എനിക്കറിയാം വർണ്ണ. നിന്നെ പെണ്ണ് കാണാൻ വരുന്നതിൻ്റെ അന്ന് അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം അമ്മയ്ക്ക് നീ ശിവേട്ടൻ്റെ പെണ്ണായി വരണമെന്നായിരുന്നു. നീ ശിവേട്ടൻ്റെ മനസ്സിൽ കയറും മുമ്പേ അമ്മയും അച്ഛനും നിന്നെ അവരുടെ മരുമകളാക്കി കണ്ടു. ഇനിയും നീ ഇങ്ങനെ കരയരുത് വർണ്ണ, പ്രിയയും പറഞ്ഞു. അപമാനഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്നും ഹരിക്കൊപ്പം അമൃതയും ഇറങ്ങി വന്നു. CCTVയിലെ വിഷ്വൽസിൽ നിന്നും ലൈബ്രറിയിൽ വെച്ച് നടന്നത് എന്താണെന്ന് വ്യക്തമാണ്. ഒരു ചോദ്യത്തിൻ്റെയോ ഏറ്റുപറച്ചിലിൻ്റെയോ ആവശ്യമില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായി ഹരിക്കൊപ്പം കോളേജിൽ വന്നിറങ്ങുമ്പോൾ അമൃതയ്ക്ക് വല്ലാത്ത അഭിമാനം തോന്നി. കോളേജിലെ ഒരുപാട് സുന്ദരിമാർ അയാളെ മനസ്സിൽ കൊണ്ടു നടന്നെങ്കിലും ആഗ്രഹിച്ചെങ്കിലും ഒടുവിൽ സ്വന്തമാക്കിയത് അമൃതയാണ്. അതിൻ്റെ സന്തോഷവും അഭിമാനവും എല്ലാം അവളിൽ അപ്പോഴുണ്ടായിരുന്നു. അതേ കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ അപമാനഭാരത്താൽ തലയും താഴ്ത്തി വരുമ്പോൾ അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു. ഹരിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഇത്രയും കുട്ടികളുടെ മുന്നിൽ താനിന്ന് അപമാനിക്കപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ശിവയും ആ പാർവണയുമാണ്. രണ്ടിനെയും ഈ ഹരി വെറുതെ വിടില്ല. രാജൻ്റെയും പ്രതാപൻ്റെയും സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സേതുവിൻ്റെയും ഭാമയുടെയും അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഇരു വീടുകളിലും കല്യാണ ഒരുക്കങ്ങളായി. വീട് മൂടി പിടിപ്പിക്കലും ഡ്രസ്സ് എടുക്കലും എല്ലാമായി. ഭാമയ്ക്ക് നിർബന്ധമായിരുന്നു വർണ്ണയുടെ കല്യാണ ആഭരണങ്ങളെല്ലാം മാറ്റി വാങ്ങണമെന്ന്. ഇനിയും പഴയ ഓർമ്മകളൊന്നും അവളെ നോവിക്കേണ്ടെന്ന്. ഭാമയും സേതുവും പ്രവിയയും പവിയും വർണ്ണയുമാണ് ആഭരണം എടുക്കാൻ പോയത്. ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ കഴിഞ്ഞു. പർപ്പിൾ കളറിൽ ഗോൾഡൻ വർക്ക് ചെയ്ത കാഞ്ചീപുരം സാരിയാണ് വർണ്ണയ്ക്ക് സെലക്ട് ചെയ്തത്. പ്രിയയ്ക്കും പവിക്കും പച്ചയിൽ ഒരേ കളറിൽ ലെഹങ്ക. അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. ശിവയുടെ കയ്യിലെ താലി വർണ്ണയുടെ നെഞ്ചോട് ചേരുമ്പോൾ എല്ലാവരും കണ്ണുപൂട്ടി പ്രാർത്ഥിച്ചു. സീമന്തരേഖ കൂടി ചോപ്പിച്ചപ്പോൾ വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു തൂകി. അവൾ മനസ്സുരുകി തൊഴുതു നിന്നു. ബാക്കി ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി കൃത്യസമയത്ത് തന്നെ പെണ്ണിനെയും കൊണ്ട് വീട്ടിലെത്തി. പാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. സെക്കൻഡ് പാർട്ട് മുതൽ പാസ്റ്റ് ഓർക്കുമായിരുന്നു ശിവ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ വർണ്ണയാണ് ആദ്യം ഉണർന്നത്. അവൾ നോക്കുമ്പോൾ ശിവ സെറ്റിയിൽ കിടക്കുന്നു. ഇന്നലെ രാത്രിയിൽ അവൻ എത്താൻ വൈകിയതും താൻ ഭയപ്പെട്ടതുമൊക്കെ ഓർക്കെ ഒരു നിമിഷം വർണ്ണ സങ്കടത്തോടെ എഴുന്നേറ്റു. വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്ന് താഴേക്ക് പോയി. വർണ്ണ ചെല്ലുമ്പോൾ സേതു അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ്. കുളിച്ച് ഈറൻമുടി തുമ്പിൽ കെട്ടിയിട്ട് വരുന്നവളെ സ്നേഹത്തോടെ നോക്കി. രാവിലെ മോളിങ്ങനെ കുളിക്കാനൊന്നും പോകണ്ട. ഒന്നാമത് ഇപ്പോൾ ക്ലൈമറ്റ് നല്ലതല്ല. സേതു വർണ്ണയുടെ മുഖത്തേക്ക് നോക്കി. കല്യാണം കഴിഞ്ഞ കുട്ടികൾ നെറ്റിയിൽ സിന്ദൂരം തൊടണം. ഭർത്താവിൻ്റെ സൗഖ്യത്തിനാണത്. സേതു കുങ്കുമച്ചപ്പിൽ നിന്ന് സിന്ദൂരം അവളുടെ നെറ്റിയിൽ അണിയിച്ചു. പുതിയ ജീവിതമാണ്. എല്ലാം മറന്ന് പൊരുത്തപ്പെടാൻ മോൾക്ക് സമയം വേണമെന്നറിയാം. എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ഒന്ന് മാത്രം മനസ്സിലുണ്ടായിരിക്കണം, മോളൊരു ഭാര്യയാണ്. എൻ്റെ ശിവ അവനൊരു പാവമാണ്.
മോളെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മോൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളോട് പറയണം കേട്ടോ. സേതു വർണ്ണയെയും കൂട്ടി കിച്ചണിലേക്ക് പോയി. ഇടിയപ്പം ഉണ്ടാക്കാനും മറ്റുമൊക്കെ സഹായിച്ചു. മോൾ ഇനിയും ഇവിടെ നിന്ന് കറങ്ങി തിരിയേണ്ട. ശിവ ഉണർന്നു കഴിഞ്ഞാൽ ചായ കിട്ടണം. അത് കൊണ്ടുപോയി അവന് കൊടുക്ക്. വർണ്ണയുടെ കയ്യിലേക്ക് സേതു ചായ പകർന്നു കൊടുത്തു. വർണ്ണ ചായയുമായി മുകളിലേക്ക് പോയി. വർണ്ണ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വാഷ്റൂമിൽ നിന്നും ശിവ പുറത്തേക്ക് വരുന്നു. ടവൽ തലയിലിട്ട് തോർത്തിക്കൊണ്ടാണ് വരുന്നത്. ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. നെഞ്ചിലെ രോമക്കാട്ടിൽ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നു. കഴുത്തിലെ ചെയിനിൻ്റെ അറ്റത്ത് ഓമിൻ്റെ ലോക്കറ്റ്. ഒരു നിമിഷം വർണ്ണ അവനെ തന്നെ നോക്കി നിന്നു. ശിവ തലയുയർത്തി നോക്കുമ്പോൾ അവൻ വർണ്ണയുടെ അടുത്തേക്ക് വന്നു. അവൾ വേഗം ചായ ശിവയ്ക്ക് നേരെ നീട്ടി. ശിവ അത് വാങ്ങി ചുണ്ടോട് ചേർത്തു. താൻ ചായ കുടിച്ചോ? വർണ്ണ അതിനൊന്ന് മൂളി. വർണ്ണ വേഗം താഴേക്ക് പോയി. ശിവ അവൾ പോയ വഴിയെ നോക്കിയൊന്ന് ചിരിച്ചു. ആ മനസ്സിൽ മുഴുവനും എന്നോടുള്ള ഇഷ്ടമാണ്. അത് ഒളിപ്പിച്ച് വെച്ച് നീ എത്ര നാൾ എൻ്റെ മുന്നിൽ ഒളിച്ചു കളിക്കും പെണ്ണേ? ശിവ റെഡിയായി താഴേക്ക് വരുമ്പോൾ സേതുവിനൊപ്പം എല്ലാം വിളമ്പാനും എടുത്തു വയ്ക്കാനും വർണ്ണയും ഉണ്ടായിരുന്നു. സേതു വർണ്ണയെ കൂടി ശിവയുടെ അടുത്തായിരുത്തി. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഭർത്താവ് കഴിച്ചു കഴിഞ്ഞ് കഴിക്കാൻ കാത്തു നിൽക്കുക എന്നും വേണ്ട കേട്ടോ. ശിവയ്ക്കും വർണ്ണയ്ക്കും ഇടിയപ്പവും കറിയും സേതു വിളമ്പി. രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നത് രാജനും സേതുവും പ്രിയയും നോക്കി. ഇന്ന് നീ കമ്പനിയിൽ പോകുന്നുണ്ടോ ശിവ? രാജനാണ് അത് ചോദിച്ചത്. ഇല്ലച്ചാ, ഇന്ന് ഞാൻ ലീവാണ്. വർണ്ണയും കൂട്ടി ഒന്ന് പുറത്തു പോകണം. നാളെ മുതൽ പോയി തുടങ്ങും. ചിലപ്പോൾ ഒരാഴ്ചത്തെ ഒരു ഫോറിൻ ട്രിപ്പ് ഉണ്ടാകും. ചില കമ്പനികളുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇമ്പോർട്ടൻസ് മീറ്റിങ്ങും. അടുത്ത മാസം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ മെയിൽ വന്നു അടുത്ത ആഴ്ചയാണെന്ന്. വർണ്ണയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടം വന്നു. അവളുടെ മുഖം മാറിയത് സേതുവും ശ്രദ്ധിച്ചു. വർണ്ണ വേഗം കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയി. ശിവ വർണ്ണ പോയ വഴിയെ നോക്കി. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി അവൾക്കായി വിരിഞ്ഞു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.